കരിക്കകത്തമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച ഭക്തലക്ഷങ്ങൾ. മീനമാസത്തിലെ മകം നാളിൽ അമ്മയ്ക്ക് മുൻപിൽ ആത്മസമർപ്പണം നടത്തിയാണ് ഭക്തർ മടക്കിയത്. ഉച്ചയ്ക്ക് 2:15 ദേവിയുടെ ഉടവാൾ പൊങ്കാലക്കളത്തിൽ എത്തിയതോടെയാണ് നിവേദ്യ ചടങ്ങുകൾ പൂർത്തിയായത്. ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ കരിക്കകം ചാമുണ്ടേശ്വരി ദേവിക്ക് ഭക്തലക്ഷങ്ങൾ ആത്മസമർപ്പണം പൊങ്കാലയായി നൽകി. രാവിലെ 9:40 ശ്രീകോവിലിൽ നിന്നും തന്ത്രി പണ്ടാര അടുപ്പിൽ അഗ്നി പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. ക്ഷേത്ര പരിസരത്ത് തയ്യാറാക്കിയ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ കരിക്കകം യാഗഭൂമിയായി. വെള്ള നിവേദ്യവും മണ്ടപ്പുറ്റുമൊക്കെ തയ്യാറാക്കിയാണ് ഭക്തർ അമ്മയ്ക്ക് ആത്മസമർപ്പണം നടത്തിയത്. ഇന്ന് പായസം മാത്രമാണ്, കൂടുതൽ തിരളിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് 3ാമത്തെ വട്ടമാണ്. ചൂടാണ് പ്രശ്നം, ബാക്കിയെല്ലാം നന്നായിട്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ദേവിയുടെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ട്. മറ്റു ചിലരാകട്ടെ അമ്മയ്ക്ക് മുൻപിൽ പ്രസാദം അർപ്പിച്ചത് ചില പ്രാർത്ഥനയോടെയാണ്. പൊങ്കാലയിട്ട് മണ്ടപ്പുട്ട് വെച്ച് തിരളിയപ്പം ഉണ്ടാക്കി എല്ലാം ചെയ്ത് ഇപ്പൊ വെയിൽ കൊണ്ട് ശരീരം തളർന്ന് ഇത്തിരി നേരം കിടന്ന് ഇപ്പൊ എണീച്ച് വന്ന് ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റും. ചൂട് വന്ന് ദേഹം തിളച്ച് വന്നിട്ട് കിടന്ന് ഇപ്പം വന്ന് പൊങ്കാലയ്ക്ക് റെഡിയാക്കിയതേ ഉള്ളൂ. ദേവിയോട് പറഞ്ഞു, പൊങ്കാല അമ്മേരോട് പറഞ്ഞ്, എൻ്റെ മക്കളെ കാര്യം പറഞ്ഞ്, സർവ്വ മക്കളെ കാര്യവും പറഞ്ഞ്, എല്ലാ മക്കളും ദൈവം നല്ല വഴി കൊടുക്കണേന്ന് പറഞ്ഞ് ഞങ്ങൾ ആഗ്രഹം സാധിച്ചതിനുള്ള തിരിച്ചു കൊടുക്കുകയാണോ അതോ ഇനി എന്തെങ്കിലും സാധിക്കാനുണ്ടോ? അല്ല, എല്ലാം തിരിച്ചു കൊടുത്ത് ഇനി സഹായിക്കാറുണ്ട്. എൻ്റെ മക്കളെ കടം, ഞങ്ങൾക്ക് കുറേ കടമുണ്ട്, ആ കടമെല്ലാം തീർന്നെന്നും എൻ്റെ മോച്ചക്ക് നല്ലൊരു ജീവിതം കിട്ടണം എന്നെല്ലാം ഉണ്ട്. എല്ലാം അമ്മ കേൾക്കും, പ്രതീക്ഷയുണ്ട്, അമ്മ കേട്ടിരിക്കും. ഉച്ചയ്ക്ക് 2:15 ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും ദേവിയുടെ ഉടവാൾ പൊങ്കാല കളത്തിലെത്തിച്ചതോടെ ചടങ്ങുകൾ പൂർത്തീകരണത്തിലേക്ക്. ശേഷം പൊങ്കാല തർപ്പണം. അമ്മയുടെ ഇഷ്ട വഴിപാട് പ്രസാദമായി നൽകി ഭക്തർ മടങ്ങുകയാണ്. ഇനി 1 വർഷത്തെ കാത്തിരിപ്പ്. ജനം, തിരുവനന്തപുരം.